യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം. 3 യോഹന്നാൻ അദ്ധ്യായം 1. സത്യത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതൻ ഗായോസിന് മൂപ്പൻ എഴുതുന്നത്. എൻ്റെ പ്രിയ സ്നേഹിത, നിന്റെ ആത്മാവിന് സുഖമെന്ന് എനിക്കറിയാം. നാനാവിധത്തിലും നീ സുഖമുള്ളവനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ സഹോദരരായ ചിലർ എൻ്റെ അടുത്ത് വരികയും നിന്റെ സത്യത്തോടുള്ള നിറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു. നീ നിരന്തരം സത്യത്തിൻ്റെ പാത പിന്തുടരുന്നെന്നും അവർ എന്നോട് പറഞ്ഞു. അതെന്നെ വളരെ സന്തോഷവാനാക്കി. എൻ്റെ മക്കൾ സത്യത്തിൻ്റെ പാത പിന്തുടരുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് എപ്പോഴും അത്യാനന്ദം പകരുന്നു. എൻ്റെ പ്രിയ സ്നേഹിത, ക്രിസ്തുവിലുള്ള സഹോദരരെ നീ സഹായിക്കുന്നത് നല്ലതാണ്. നിനക്കറിയാൻ പാടില്ലാത്തവരെ പോലും നീ സഹായിക്കുന്നു. നിന്റെ സ്നേഹത്തെപ്പറ്റി ഈ സഹോദരൻ സഭയോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ യാത്ര തുടരുവാൻ ദയവായി സഹായിക്കുക. ദൈവത്തെ പ്രീതിപ്പെടുത്തും വിധം അവരെ സഹായിക്കുക. ക്രിസ്തുവിനു വേണ്ടി വേല ചെയ്യുവാനാണ് അവർ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അവിശ്വാസികളിൽ നിന്ന് യാതൊരു സഹായവും അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം. നാം അവരെ സഹായിക്കുമ്പോൾ സത്യത്തിനു വേണ്ടിയുള്ള അവരുടെ വേലയിൽ നാം പങ്കാളികളാകുന്നു. ഞാൻ സഭയ്ക്കൊരു കത്തെഴുതിയിരുന്നു. പക്ഷേ ദിയോത്രഫേസ് നാം പറയുന്നത് ശ്രദ്ധിക്കുകയില്ല. അവൻ അവരുടെ നേതാവാകുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഞാൻ വരുമ്പോൾ ദിയോത്രഫേസിന്റെ പ്രവൃത്തികൾ നിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അവൻ കള്ളം പറയുകയും ദുഷ്ടവാക്കുകൾ കൊണ്ട് നമ്മുടെ പേരിൽ കുറ്റമാരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതുമാത്രമല്ല അവൻ ചെയ്യുന്നത്. കർത്താവിനു വേണ്ടി പണിയെടുക്കുന്നവരെ അവൻ സഹായിക്കുന്നുമില്ല. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ദിയോത്രഫേസ് തടയുന്നു. ഉറച്ച വിശ്വാസികളെ സഭയ്ക്ക് പുറത്താക്കാൻ പോലും അവൻ ശ്രമിക്കുന്നു. പ്രിയ സുഹൃത്തെ, തെറ്റായതിനെ പിന്തുടരരുത്, നല്ലതിനെ പിന്തുടരുക. നല്ലത് ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നും ഉള്ളവനാണ്. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ജനമെല്ലാം ദെമേത്രിയോസിനെ പറ്റി നല്ലത് പറയുന്നു. അവർ പറയുന്നതാകട്ടെ സത്യത്തിന് നിരക്കുന്നതുമാകുന്നു. ഞങ്ങളും അവനെക്കുറിച്ച് നല്ലത് പറയുന്നു. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. എനിക്ക് നിരവധി കാര്യങ്ങളെപ്പറ്റി പറയുവാനുണ്ട്. പക്ഷേ പേനയും മഷിയും ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഉടൻ സന്ദർശിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ നമുക്ക് ഒത്തുകൂടി സംസാരിക്കാം. നിനക്ക് സമാധാനം. ഇവിടെ എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കൾ വിശ്വാസികൾ സ്നേഹാന്വേഷണം അറിയിക്കുന്നു. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും പേര് വിളിച്ച് അഭിവാദനം അറിയിക്കുക.